ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ അധ്യായങ്ങൾ പാർട്ട് 9 ആണ്. ഓക്കെ, 41ാമത്തെ ടോപ്പിക്ക് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 19 അത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വകുപ്പിലാണ്. ആർട്ടിക്കിൾ 19ലാണ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 19, 6 ഫണ്ടമെന്റൽ. എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത്? മൗലിക അവകാശങ്ങളാണുള്ളത് 6 ഓക്കെ. 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം, റൈറ്റ് ടു സ്പീച്ച്. ഓക്കെ. 19(1)(b) നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമാണ് 19(1)(b). 19(1)(c)യോ സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശമാണ് 19(1)(c). 19(1)(d) ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് 19(1)(d). 19(1)(e) ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് 19(1)(e). 19(1)(g) ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് 19(1)(g). 19(1)(f) സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം 44ാം ഭേദഗതിയിലൂടെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തു. അപ്പോ ടോട്ടൽ 7 ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ 6 ഉള്ളൂ. ഓക്കെ. 7ാമത്തത് 19(1)(f) സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം 44ാം ഭേദഗതിയിലൂടെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തു. അപ്പൊ ഏതൊക്കെയാ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1)(b) നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. 19(1)(c) സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള അവകാശം. 19(1)(d) ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(1)(e) ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19(1)(g) ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം, കച്ചവടം എന്നിവ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഓക്കെ. വൈദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമേ ആർട്ടിക്കിൾ 19 നിരോധിക്കാൻ കഴിയൂ. വൈദേശിക കടന്നുകയറ്റമോ യുദ്ധമോ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ മാത്രമേ ആർട്ടിക്കിൾ 19 നിരോധിക്കാൻ കഴിയൂ. ഓക്കെ. അടുത്താണ് 42ാമത്തെ ടോപ്പിക്, ഒളിമ്പിക്സ് വളയങ്ങളെ കുറിച്ചാണ്. ഒളിമ്പിക്സ് വളയങ്ങൾ, ഭൂഖണ്ഡങ്ങളാണ് ഒളിമ്പിക്സ് വളയങ്ങളായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്ര വളയങ്ങളുള്ളത്? 5 വളയങ്ങളാണുള്ളത്. 5 വളയങ്ങൾ. ഏഷ്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? മഞ്ഞയാണ്. ഏഷ്യ മഞ്ഞ. യൂറോപ്പ് നീലയാണ്. യൂറോപ്പ് നീല. ആഫ്രിക്ക കറുപ്പ്. ആഫ്രിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം, കറുപ്പ്. ഏഷ്യ മഞ്ഞ. അപ്പൊ നമ്മുടെ കളർ മഞ്ഞയാണ്, മഞ്ഞ. യൂറോപ്പ് നീലയാണ്. നീല കണ്ണുകാരുള്ളത് എവിടെയാണ്? യൂറോപ്പിലാണ്. ഏഷ്യ മഞ്ഞ. ഓക്കെ, ഏഷ്യ മഞ്ഞ. യൂറോപ്പ് നീല, ആഫ്രിക്ക കറുപ്പ്. അമേരിക്ക ചുവപ്പാണ്. അമേരിക്കക്കാർക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആപ്പിളിന്റെ കളർ ഏതാണ്? ചുവപ്പാണ്. അപ്പൊ അമേരിക്ക ചുവപ്പ്. ഓസ്ട്രേലിയ പച്ചയാണ്. ഓസ്ട്രേലിയ മുഴുവൻ പച്ചപ്പാണ്, അതായത് കങ്കാരു ഒക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഓസ്ട്രേലിയ പച്ചപ്പ്. ഓക്കെ. അപ്പൊ ഓസ്ട്രേലിയ പച്ച, അമേരിക്ക ചുവപ്പ്, ആഫ്രിക്ക കറുപ്പ്, യൂറോപ്പ് നീല കണ്ണ്, നീല. ഏഷ്യ മഞ്ഞ. ഓക്കെ. അടുത്ത ടോപ്പിക്കാണ് 43ാമത്തെ ടോപ്പിക്കാണ് പുൽമേടുകളും രാജ്യങ്ങളും. ഓക്കെ. ടോട്ടൽ നമുക്ക് 9 പുൽമേടുകളും അവയുടെ രാജ്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഡൗൺസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഡൗൺസ് ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. ഡൗൺസ് ഓസ്ട്രേലിയയിൽ. പ്രയറിസ് എവിടെയാണ് കാണപ്പെടുന്നത്? വടക്കേ അമേരിക്കയിലാണ്, നോർത്ത് അമേരിക്കയിലാണ് പ്രയറീസ് കാണപ്പെടുന്നത്. സ്റ്റെപ്പീസ് എവിടെയാണ് കാണപ്പെടുന്നത്? റഷ്യയിലാണ്. യൂറോപ്പ്. സ്റ്റെപ്പീസ്. സാവന്ന എവിടെയാണ്? ആഫ്രിക്കയിലാണ്. എല്ലാവർക്കും അറിയാം, സാവന്ന ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. കാബോസ് എവിടെയാണ് കാണപ്പെടുന്നത്? ബ്രസീലാണ്. തെക്കേ സൗത്ത് അമേരിക്കയിലെ ബ്രസീല്. പാംബാസ് അർജന്റീന. അപ്പൊ കാബോസ് ബ്രസീല്, തെക്കേ അമേരിക്ക. പാബാസ് അർജന്റീന.
വെൽട്ട് ദക്ഷിണാഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. വെൽട്ട് ദക്ഷിണാഫ്രിക്ക. ലാനോസ് എവിടെ കാണപ്പെടുന്നത്? വെനസ്വലയാണ്, വെനസ്വല. പുസ്താസ് എവിടെയാണ്? ഹംഗറിയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഡൗൺസ് ഓസ്ട്രേലിയ, പ്രയറീസ് വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്ക, സ്റ്റെപ്പീസ് റഷ്യ, യൂറോപ്പ്, സാവന്ന ആഫ്രിക്ക, കാബോസ് ബ്രസീൽ, തെക്കേ അമേരിക്ക, പാബാസ് അർജന്റീന, വെൽട്ട് ദക്ഷിണാഫ്രിക്ക, ലാനോസ് വെനസ്വല, പുസ്താസ് ഹംഗറി. അടുത്ത 44ാമത്തെ ടോപ്പിക്കാണ് കേരളത്തിലെ ജില്ലകൾ വന്ന വർഷം. കേരളത്തിലെ ജില്ലകൾ വന്ന വർഷം. ജില്ല നിലവിൽ വന്നത് ആദ്യം വന്നത് ഏതാണ്? തിരുവനന്തപുരം 1949 ജൂലൈ 1 വന്നത്. അപ്പോൾ 1949 ജൂലൈ 1 4 ജില്ലകളാണ് വന്നിട്ടുള്ളത്. 4 ജില്ലകൾ. അവ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ. 1949 ജൂലൈ 1. അടുത്തത് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. ഇവയെല്ലാം 1957 ജനുവരി 1 വന്നത്. 1957 ജനുവരി 1 വന്ന 3 ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. ഓക്കെ. അപ്പൊ സദേൺ കേരളയിൽ 1949 ജൂലൈ 1 നിലവിൽ വന്ന ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ കോട്ടയം. ഓക്കെ. നോർത്തേൺ കേരളയിലോ? തൃശ്ശൂർ പെടുന്നുണ്ട്, തൃശ്ശൂര്. ഓക്കെ. 1957 ജാനുവരി 1 വന്ന 3 വടക്കൻ ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. ഓക്കെ. 1957 ഓഗസ്റ്റ് 17 വന്ന ജില്ല ഏതാണ്? ആലപ്പുഴയാണ്, ആലപ്പുഴ. ഓക്കെ. 1958 ഏപ്രിൽ 1 വന്നത് ഏതാണ്? എറണാകുളമാണ്, എറണാകുളം. 1969 ജൂൺ 16 നിലവിൽ വന്ന ജില്ല ഏതാണ്? മലപ്പുറം. 1972 ജനുവരി 26 നിലവിൽ വന്ന ജില്ല ഇടുക്കിയാണ്, ഇടുക്കി. 1972 ജനുവരി 26. 1980 നവംബർ 1 വന്നത് വയനാടാണ്, വയനാട്. 1982 നവംബർ 1 വന്നത് പത്തനംതിട്ട. ഏറ്റവും ലാസ്റ്റ് വന്നത് 1984 മെയ് 24 കാസർഗോഡ് ജില്ലയാണ് വന്നത്. നിലവിൽ വന്നത് കാസർഗോഡ് ജില്ല. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്കാണ് 45ാമത്തെ ടോപ്പിക്ക്. ഭൗതിക ശാസ്ത്ര യൂണിറ്റുകൾ, അടിസ്ഥാന യൂണിറ്റുകളാണ്. ഓക്കെ. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്, മീറ്റർ. സമയം അടിസ്ഥാന യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്, സെക്കൻഡ്. ഭാരം അടിസ്ഥാന യൂണിറ്റ് എന്താ? കിലോഗ്രാം ആണ്. പ്രകാശ തീവ്രത അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കാൻഡിലയാണ്, കാൻഡില. പ്രകാശ തീവ്രത, ലൈറ്റ് ഇന്റൻസിറ്റി. ഓക്കെ. കാൻഡിലയാണ്, കാൻഡില. ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റ് കാൻഡില. ലെൻസിന്റെ പവർ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ്, ഡയോപ്റ്റർ. ഓക്കെ. ശബ്ദത്തിന്റെ ഉച്ചത ഡെസിബൽ ആണ്. ഡെസിബൽ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബൽ ആണ്. ഓക്കെ. വൈദ്യുത പ്രവാഹം അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്, ആംബിയർ. വൈദ്യുത പ്രതിരോധം ഓം ആണ്, ഓം. റെസിസ്റ്റൻസ് ഓം. വൈദ്യുത ചാർജ് ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റ് കൂളോം ആണ്, കൂളോം. വൈദ്യുത ചാർജ് കൂളോം. വൈദ്യുത പ്രതിരോധം ഓം. വൈദ്യുത പ്രവാഹം ആംബിയർ. പ്രവൃത്തി, താപം, ഊർജം ഇവയുടെയൊക്കെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്, ജൂള്. പ്രവൃത്തി, താപം, ഊർജം, എനർജി, ടെമ്പറേച്ചർ. ഓക്കെ. ഇതൊക്കെ ജൂളാണ്, ജൂള്. ഊഷ്മാവ് കെൽവിൻ ആണ്, ഊഷ്മാവ് കെൽവിൻ. പവർ വാട്ട് ആണ് ബേസിക് യൂണിറ്റ്, പവർ വാട്ട്. ബലം ന്യൂട്ടൺ ആണ്, ബലം ന്യൂട്ടൺ. മർദ്ദം പാസ്കൽ ആണ്, പാസ്കൽ. ആവൃത്തി ഹെഡ്സ് ആണ്, ഹെഡ്സ്. യന്ത്രങ്ങളുടെ പവർ കുതിരശക്തിയാണ്, ബേസിക് യൂണിറ്റ് കുതിരശക്തി. പൊട്ടൻഷ്യൽ വ്യത്യാസം ബേസിക് യൂണിറ്റ് വോൾട്ട് ആണ്, വോൾട്ട്. റേഡിയോ ആക്ടിവിറ്റി ബേസിക് യൂണിറ്റ് ക്യൂറി, ബെക്വറൽ. ക്യൂറി അതുപോലെ ബെക്വറൽ റേഡിയോ ആക്ടിവിറ്റിയുടെ ബേസിക് യൂണിറ്റ്. അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ ആണ് ബേസിക് യൂണിറ്റ്, മില്ലി ബാർ. അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മില്ലി ബാർ. ദൂരം അതുപോലെ സ്ഥാനാന്തരം മീറ്റർ ആണ്, മീറ്റർ. പ്രവേശം വേഗത ബേസിക് യൂണിറ്റ് മീറ്റർ ഓർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രവേശം വേഗത. ത്വരണത്തിന്റെ ബേസിക് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ
എം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ത്വരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ ആണ് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്, ഓം മീറ്റർ. വൈദ്യുത ചാലകത സീമെൻസ് ആണ്, സീമെൻസ്. വൈദ്യുത ചാലകയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സീമെൻസ്. കപ്പാസിറ്റൻസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ് കപ്പാസിറ്റൻസ്, ഫാരഡ്. നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷമാണ് അടിസ്ഥാന യൂണിറ്റ്, പ്രകാശവർഷം. ഇല്യൂമിനൻസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ലെക്സ് ആണ്, ലെക്സ്. കാന്തിക ഫ്ലക്സിന്റെ അടിസ്ഥാന യൂണിറ്റ് വെബർ ആണ്, വെബർ. തരംഗ ദൈർഘ്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആങ്സ്ട്രം. തരംഗ ദൈർഘ്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആങ്സ്ട്രം. ഒന്നുകൂടി, തരംഗ ദൈർഘ്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആങ്സ്ട്രം. കാന്തിക ഫ്ലക്സ് വെബർ, ഇല്ലൂമിനൻസ് ലെക്സ്. നക്ഷത്രങ്ങളുടെ ദൂരം പ്രകാശവർഷം, കപ്പാസിറ്റൻസ് ഫാരഡ്, വൈദ്യുത ചാലകത സീമെൻസ്, റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ, ത്വരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, പ്രവേശം വേഗത മീറ്റർ പെർ സെക്കൻഡ്, ദൂരം സ്ഥാനാന്തരം മീറ്റർ, അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ, റേഡിയോ ആക്ടിവിറ്റി ക്യൂറി അതുപോലെ ബെക്യുറൽ, പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട്, യന്ത്രങ്ങളുടെ പവർ കുതിരശക്തി, ആവൃത്തി ഹെഡ്സ്, മർദ്ദം പാസ്കൽ, പവർ ന്യൂട്ടൺ, പവർ വാട്ട്, ഊഷ്മാവ് കെൽവിൻ, പ്രവൃത്തി താപം ഊർജം ജൂള്, വൈദ്യുത ചാർജ് കൂളോം, വൈദ്യുത പ്രതിരോധം ഓം, വൈദ്യുത പ്രവാഹം ആംബിയർ, ശബ്ദത്തിന്റെ ഉച്ചത ഡെസിബൽ, ലെൻസിന്റെ പവർ ഡയോപ്റ്റർ, പ്രകാശ തീവ്രത കാൻഡില, ഭാരം കിലോഗ്രാം, സമയം സെക്കൻഡ്, നീളം മീറ്റർ. Thank you so much for listening me. We'll see you in next video. Bye.